ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 7. അത് സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സ്പോയിലർ അലേർട്ട്. അപ്പോൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെനേറിയ നമ്മുടെ സീ സ്മോക്കിനെ ആരാണ് ക്ലെയിം ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറന്ന് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് ആഡമാണ് അതിനെ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കും, നീ എന്തിനാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത് ചോദിക്കുമ്പോൾ, ഞാനായിട്ടല്ല ക്ലെയിം ചെയ്തത്, അത് എൻ്റെ അടുത്തേക്ക് വന്നതാണ്, എൻ്റെ മുന്നിലേക്ക് വന്നതാണ്, അങ്ങനെ ഞാൻ റൈഡ് ചെയ്തതാണ്. അപ്പോൾ അവൻ പറയും, ഞാൻ എന്തായാലും ക്യൂവിന് വേണ്ടിയിട്ട് റെനേറിയ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ജീവിക്കുള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ നീ ചെയ്യാണ് റെനേറിയുടെ മുന്നിൽ. കിങ്സ് ലാൻഡിങ്ങിലാണെങ്കിൽ നമ്മുടെ ആലിസന് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ മുറിവ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, ഇവിടെ മൊത്തത്തിൽ അഴുക്ക് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി ശരിക്കും ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് മൂവ് ചെയ്യാണ് ഇതിൽ കാണിക്കുന്നത്. ആള് കിങ്സ് ഫുഡിലേക്ക് പോകണമെന്ന് പറയും. ആളുടെ സ്വേർഡിന് ആള് കൂടെ കരുതുന്നുള്ളൂ. ആ കാട്ടിൽ പോകുന്നു, കാട്ടിൽ ആള് സ്പിരിച്വൽ ലെവലിൽ നടക്കുന്നു, പുഴയിൽ പോയിട്ട് കുളിക്കുന്ന. ആ കുളിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അഴുക്ക് കഴുകി കളയുക എന്ന രീതിയിൽ ഒരു സിംബോളിക്കായിട്ട് കാണിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരി കുളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആലിസൻ്റെ സ്റ്റോറി നടക്കുന്നത്. പിന്നെ കിങ്സ് ലാൻഡിങ്സ് ലോർഡ് ലാരിസ് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററുടെ അടുത്ത് പുഷ് ചെയ്യാണ് നമ്മുടെ കിങ് ഏഗനെ എന്ന് നടത്തിക്കാൻ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആളുടെ അസുഖം മാറ്റണം എന്ന രീതിയിലാണ്, ആളുടെ വയ്യായ്മ മാറ്റി കിങ്ങിൻ്റെ പൊസിഷനിലേക്ക് വരുത്തിക്കണം എന്നാണ് ആഗ്രഹത്തോടെയാണ് നടക്കുന്നത്. അതേസമയം തന്നെ കിങ് ലാരിസ് ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് കാണിക്കുന്നുണ്ട് 2 നൈറ്റുകളെ കൊല്ലുന്നതായിട്ട്. ആ 2 നൈറ്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിങ് ഏഗന്റെ കൂട്ടുകാരായ 2 നൈറ്റുകളായിരുന്നു. അവരാണ് ഡെയ്മണിനെ ഇതിനേക്കാൾ മുമ്പ് ഹോറിന്റെ കൂടെ കണ്ടപ്പോൾ കളിയാക്കിയത്. അപ്പോൾ അവരെയാണ് ഡെയ്മൺ ശിക്ഷിക്കുന്നത്. പിന്നെ അടുത്ത സ്ഥലം കാണിക്കുന്നത് റേന നമ്മുടെ ചെറിയ പിള്ളേരായിട്ട് എയറിൻ കാസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട്ടികളെ നേരെ വിടുകയും പുള്ളിക്കാരി ഡ്രാഗനെ അന്വേഷിച്ച് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹാരൻഹൾ ആണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ലോർഡ് ടല്ലി, അതായത് ഓസ്കാർ ടല്ലിയുടെ ഗ്രാൻഡ് സയർ മരിച്ചു. അപ്പോൾ ഇനി സ്ഥാനങ്ങൾ ഫുള്ളും ഓസ്കാറിനാണ്. പക്ഷെ അദ്ദേഹം ഭയങ്കര യങ് ആണ്. അപ്പോൾ ആദ്യം ഡെയ്മൺ പെരുമാറിയ രീതി വളരെ മോശമായിരുന്നു. ഇപ്പോൾ ആള് ഓസ്കാറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓസ്കാറിന് ഡെയ്മണിനെ ഇഷ്ടമല്ല. പക്ഷെ അവരുടെ കുടുംബം റെനേറിയനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഓത്ത് ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്കാരനും തയ്യാറാണ് റെനേറിയയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയ്മണിനെ കിങ് കോൺസ്റ്റന്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനും. പക്ഷെ അതിനേക്കാൾ മുമ്പായിട്ട് തന്നെ ഇവരെല്ലാം റിവർ ലാൻഡ്സിൻ്റെ ആൾക്കാരെല്ലാവരും ഒത്തുകൂടുന്നുണ്ട് ട്രീയുടെ കീഴിൽ. പൊതുവെ എല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും ട്രീയുടെ കീഴിലാണ് ഒത്തുകൂടുന്നത്. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തുകൂടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്കാറിൻ്റെ ആ പവർ നന്നായിട്ട് രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഡെയ്മണിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് എൻ്റെ ആർമി വേണമെങ്കിൽ ലോർഡ് ബ്ലാക്ക് ഹുഡിനെ കൊല്ലണം, ആൾക്ക് ശിക്ഷ പ്രഖ്യാപിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെയ്മണാണ് ലോർഡ് ബ്ലാക്ക് ഹുഡിനെ വിട്ടത് സമ്മതിപ്പിച്ച് കീഴിലാക്കാൻ വേണ്ടിയിട്ട്. അടി ഉണ്ടാക്കിയതും ഡെയ്മൺ പറഞ്ഞിട്ടാണ്. പക്ഷേ ഓസ്കാർ പറഞ്ഞു, എൻ്റെ ആർമീനെ വേണമെങ്കിൽ അവർക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കണം എന്ന് പറയും. അങ്ങനെ ലോർഡ് ബ്ലാക്ക് ഹുഡിനെ ഡെയ്മൺ കൊല്ലാണ് ചെയ്യുന്നത്. ആ കൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് കാണിക്കുന്നത് ഡെയ്മണിൻ്റെ ഒരു സ്വപ്നമാണ് കാണിക്കുന്നത്. അതിൽ കാണിക്കുന്നത് വിസേരിയസും വരുന്നതാണ്. വിസേരിയസും നല്ല പരിക്കുകളൊക്കെ ആയിട്ട് കിരീടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വിസേരിയസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ കിരീടം വയ്ക്കുമ്പോൾ നമുക്ക് കുറേ പെയിൻ സഹിക്കേണ്ടി വരും, നിനക്കും ഈ പെയിൻ സഹിക്കണോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് അവിടെ ഡയലോഗ്സ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു ആടിനെയാണ്. കുറേ സ്ഥലത്ത് ഈ ആടിനെ കാണിക്കുന്നുണ്ട്, ബ്ലാക്ക് കളർ ഒരു ആടിനെ. പിന്നെ ഡ്രാഗൺ സ്റ്റോണിലാണ് ജെയ്സ് നമ്മുടെ റെനേറിയയുടെ അടുത്ത് സംസാരിക്കുന്നത്. റെനേറിയ കിങ് അവിടെ കൗൺസിലിൽ വന്നില്ല. പുള്ളിക്കാരി അവിടെ ഓർഡർ ഇടുക ചെയ്യണേ, നമ്മുടെ ആഡമിന് ഡ്രാഗൺ റൈഡർ ആവാൻ വേണ്ടി നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജെയ്സിന് അത് അത്രത്തോളം ഇഷ്ടമായില്ല ആ ഓർഡർ. പുള്ളിക്കാരൻ പോയിട്ട് നമ്മുടെ റെനേറിയയുടെ അടുത്ത് പോയി സംസാരിക്കുന്ന സീനുണ്ട്. പുള്ളിക്കാരൻ പറയും, ഇതേപോലെ നമ്മൾ ഒരു ബാസ്റ്റേഴ്സോ അങ്ങനെ ലോ ബോണിനെ എടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഡ്രാഗൺ റൈഡായ നമുക്ക് എന്താണ് പവർ ഉള്ളത്, നമുക്ക് ടാർഗറിയൻ ബ്ലഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പവർ ഉള്ളത്. പിന്നെ അവൻ്റെ ബ്ലാക്ക് ഹെയറിന് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ഹാർവിൻ്റെ പുത്രന്മാരാണെന്നാണ് അറിയാം അവന് ഉള്ളിൽ. അപ്പോൾ ഇതുവരെയും അവൻ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായില്ല അമ്മയുടെ അടുത്ത്, പക്ഷേ ഇപ്പോഴും ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ സ്ഥാനം അമ്മയ്ക്ക് ശേഷം റെനേറിയയ്ക്ക് ശേഷം അവൻ ആ സ്ഥാനങ്ങൾ കിട്ടും, ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു ഡ്രാഗൺ റൈഡേഴ്സ് എന്ന സ്ഥാനമൊക്കെ കൊടുക്കുമ്പോൾ എന്ന് അവൻ അവിടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്. അമ്മ അവനെ സമാധാനിപ്പിക്കുക ചെയ്യണം. അവിടെ മിസേരിയ ആ സമയത്ത് നമ്മൾ റെനേറിയയുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ ചാർട്ടിൽ കാണാത്ത ഡ്രാഗൺ സീഡ്സ് ഞങ്ങളുടെ അടുത്തുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ആ മിസേരിയ പറയുന്നത് പറഞ്ഞാൽ കിങ്സ് ലാൻഡിങ്ങിൽ ഇഷ്ടം പോലെ ടാർഗേറിയൻ ബാസ്റ്റേഴ്സ് ഉണ്ട്, അവരെ നമുക്ക് ഡ്രാഗൺ സീഡ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരി മിസേരിയ ഒരു മെസ്സേജ് അയക്കുകയാണ് കിങ്സ് ലാൻഡിങ്ങിൽ. എന്നിട്ട് എല്ലാം ടാർഗേറിയൻ ബാസ്റ്റേഴ്സിനെ വിളിക്കുകയാണ് ഡ്രാഗൺ സ്റ്റോണിലേക്ക്. എന്നിട്ട് അവിടെ വെച്ച് റെനേറിയ പറയാണ്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗൺ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടും എന്നാണ് പുള്ളിക്കാരി അവിടെ പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു വാറ് സ്റ്റോപ്പ് ചെയ്യാം,
ആൾക്കാരുടെ മരണങ്ങൾ കുറയ്ക്കാം, പീസ്ഫുൾ സിറ്റുവേഷനിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് വന്നു ആദ്യം എന്ന് പറയും. അങ്ങനെ മുന്നോട്ട് വരാൻ അവർ വെർമിത്തോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാഗൻ്റെ മുന്നിലേക്കാണ് ഇവരെല്ലാവരും ചെല്ലുന്നത്. ഈ ബാസ്റ്റേഴ്സിൽ നമ്മുടെ ഉൽഫും പിന്നെ ഹ്യൂവും വരുന്നുണ്ട്. വെർമിത്തോറിൻ്റെ മുന്നിൽ വരുമ്പോഴത്തേക്കും വെർമിത്തോർ എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉൾഫ് വേറെ ഒരു പിറ്റിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പുറത്താണെങ്കിൽ ഹ്യൂ നമ്മുടെ വെർമിത്തോറിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കും. വെർമിത്തോർ ലാസ്റ്റിൽ ഹ്യൂവിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. പക്ഷേ ഉൾഫ് ആ സമയത്ത് പേടിച്ച് ഓടി പന്തം പിടിച്ച് വേറൊരു പിറ്റിലേക്കാണ് പോകുന്നത്. അവിടെ വേറൊരു ഡ്രാഗണാണ് ഉണ്ടാവുന്നത്. അവിടെയുള്ള ഡ്രാഗൺ എന്ന് പറയുന്നത് സിൽവർ വിങ് ആണ്. പിന്നെ ക്ലൈമാക്സിൽ കാണിക്കുന്ന സീൻ അത് അടിപൊളി സീനാണ്. നമ്മുടെ എയ്മണ്ട് കിങ്സ് ലാൻഡിങ്ങിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആൾക്കാർ വിളിച്ചു പറയുന്നത് കേൾക്കുന്നത്, ഡ്രാഗൺ വരുന്നു എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ എയ്മണ്ട് കുതിരയെടുത്ത് നേരെ പോവാണ് അവൻ്റെ വാഗറിൻ്റെ അടുത്തേക്ക്. അവൻ്റെ വാഗറിനെ കൊണ്ട് ഏതാ ഡ്രാഗൺ ഒന്ന് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രാഗൺ കാണിക്കുമ്പോൾ നമ്മുടെ സിൽവർ വിങ് ആണ് നമ്മുടെ ഉൽഫ് ക്ലെയിം ചെയ്ത ഡ്രാഗൺ. അതിൻ്റെ പിന്നാലെ വാഗർ പോകുന്നതാണ് നമ്മുടെ എയ്മണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സിലാവുന്നത് അത് നേരെ പോകുന്നത് ഡ്രാഗൺ സ്റ്റോണിലേക്കാണ്. ഡ്രാഗൺ സ്റ്റോണിലാണെങ്കിൽ നമ്മുടെ റെനേറിയ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റെനേറിയയുടെ സൈറക്സും വെർമിത്തോറും സിൽവർ വിങ്ങും അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ റെനേറിയയുടെ ഒരു നിപ്പുണ്ട്, വാട എന്ന രീതിയിൽ. അത് കണ്ട വഴി നമ്മുടെ എയ്മണ്ടിന് പേടിയായി തിരിച്ച് വാഗറിനെ കിങ്സ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ നിപ്പ് ഒരു ഗംഭീര നിപ്പായിരുന്നു, സൂപ്പർ സീനായിരുന്നു അത്. അതിലാണ് ഈ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് എപ്പിസോഡ് കാണാം. ഇനി ലാസ്റ്റ് എപ്പിസോഡിൽ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല എനിക്ക് തോന്നണേ. അതിൽ നമ്മുടെ എയ്മൺ ആണെങ്കിൽ അവൻ്റെ സിസ്റ്റർ നമ്മുടെ ഏഗൻ്റെ വൈഫ്, പുള്ളിക്കാരിക്കും ഒരു ഡ്രാഗൺ ഓടിക്കാൻ പറ്റും. ഡ്രീം ഫ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡ്രാഗൺ ഓടിക്കാൻ പറ്റും. അത് സെറ്റ് ചെയ്യാണ്. ഡ്രാഗൻ്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നതാണ്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇപ്പോൾ ഡ്രാഗൺസിൻ്റെ എണ്ണം കൂടി, പിന്നെ ഷിപ്പിൻ്റെ ടീംസും എല്ലാം സെറ്റ് ആകുന്നു. ഡെയ്മൺ ആണെങ്കിൽ ഇവിടെ ഒരു ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആർമീനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ കോളും നമ്മുടെ ആലിസൻ്റെ ബ്രദറും അവിടെ ഹാരൻ ഹള്ളിലേക്ക് യാത്ര ചെയ്യുന്നു. പിന്നെ അവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ കോളും ഡെയ്മൻ്റെ ടീമായിട്ട്. ഡെയ്മണ്ടയിലും ഡ്രാഗൺ ഉണ്ട്. അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്സ് റെനേറിയയുടെ ടീം കുറച്ച് പവർ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ എയ്മണ്ടിന്. പക്ഷേ എയ്മണ്ടിൽ ഒരു വകാറാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പവർ അവരുടെ കയ്യിലുണ്ട്. മൊത്തത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റ് എപ്പിസോഡ് കാണാം. സോ ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.